കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് രാജ്യതലസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ രാജ്യ തലസ്ഥാനം. PR സുനിലേക്ക് പോവുകയാണ്. PR സുനിൽ, ശക്തമായിട്ടുള്ള പ്രതിഷേധം, ഇപ്പോഴും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. CJP പ്രവർത്തകർ മാത്രമല്ല, ബാരിക്കേഡ് മറികടന്ന് സമാജ്വാദി പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു, ആം ആദ്മി പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. അതിനെല്ലാം അപ്പുറം ഒരു യുവതയുടെ പ്രതിഷേധമാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പ്രതിഷേധത്തെ കേന്ദ്രം എങ്ങനെ നേരിടുമെന്നുള്ളതാണ് കാണുന്നത്. ശ്രുതി, തീർച്ചയായും പ്രതിഷേധക്കാരെ ശക്തമായി നേരിടുന്ന കാഴ്ച തന്നെയാണ്. പാർലമെന്റിന് പരിസരത്ത് നമ്മൾ ആദ്യം കണ്ട കാഴ്ച എന്നത് പ്രതിഷേധക്കാരെ നേരിടാൻ ജലപീരങ്കി പ്രയോഗിക്കുന്നതായിരുന്നു. പിന്നീട് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പക്ഷേ ആരും തന്നെ പിരിഞ്ഞുപോയില്ല, തിരിഞ്ഞോടിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ പ്രതിഷേധക്കാരൊക്കെ തന്നെ പാർലമെന്റിന് തൊട്ടടുത്തുള്ള ഗേറ്റ് വരെ എത്തി ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ ജന്തർ മന്ദറിലാണ് പാർലമെന്റിലെ മാർച്ച് നടക്കുന്നത്. ഈ ജന്തർ മന്ദർ എന്ന് പറയുന്ന പ്രദേശവും പാർലമെന്റ് കെട്ടിടവും തമ്മിൽ ഏതാണ്ട് 1 കിലോമീറ്ററോളം അധികം ദൂരമുണ്ടാകും. അതെല്ലാം മറികടന്നുകൊണ്ട് പാർലമെന്റിന് തൊട്ടടുത്ത് ഒരു 10 അടിയോളം അടുത്തുവരെ എത്തി ഈ പ്രതിഷേധക്കാർക്ക് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നത് ഒരു അസാധാരണ സാഹചര്യം തന്നെയാണ്. മുൻപ് പല ഘട്ടങ്ങളിലും ദില്ലിയിൽ ഇതുപോലുള്ള സമരങ്ങൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ തന്നെ ഭരണസിരാ കേന്ദ്രങ്ങൾ കുലുങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് CJPയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സൂര്യകാന്തയുടെ ഒരു പരാമർശത്തിൽ നിന്ന് ഉത്ഭവിച്ച CJP എന്ന പാർട്ടി ഇപ്പോൾ പാർലമെന്റിനെ സ്തംഭിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. അവരെ നേരിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ദില്ലിയിൽ എവിടെയും കാണുന്നത്. കണ്ണീർ വാതകമൊക്കെ തന്നെ പ്രയോഗിച്ചാണ് കേന്ദ്രസേനയും ദില്ലി പോലീസും ഒക്കെ തന്നെ ഈ പ്രതിഷേധക്കാരെ നേരിടുന്നത്. ദേശീയ പതാക ഉയർത്തിയാണ് യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. നോക്കൂ, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എത്രയെത്ര പേരാണ് ഇപ്പോഴും ഈ പാർലമെന്റിന്റെ പരിസരത്തേക്ക് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ എത്തുന്നത് എന്നത്. RAFന്റെ സുരക്ഷാ സേന ഇപ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പാർലമെന്റിന് പുറത്ത് ഇതാണ് കാഴ്ചയെങ്കിൽ പാർലമെന്റിനുള്ളിൽ ഇപ്പോൾ വീണ്ടും പാർലമെന്റിന്റെ പരിസരത്ത് ലാത്തി ചാർജ് നടക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പാർലമെന്റിന്റെ പരിസരത്ത് വീണ്ടും ലാത്തി ചാർജ് നടക്കുന്ന ദൃശ്യങ്ങൾ കൂടി വരികയാണ്. പാർലമെന്റിന്റെ പരിസരത്ത് വീണ്ടും വിദ്യാർത്ഥികൾക്ക് നേരെ, യുവാക്കൾക്ക് നേരെ ലാത്തി ചാർജ് നടക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികളെ ശക്തമായി തന്നെ നേരിടുകയാണ് കേന്ദ്രസേനയും RAF ഉൾപ്പെടെയുള്ള കേന്ദ്രസേനയും പോലീസും ഒക്കെ തന്നെ വിദ്യാർത്ഥികളെ ശക്തമായി നേരിടുകയാണ്. വലിയ സംഘർഷാവസ്ഥ പാർലമെന്റിൽ തുടരുകയാണ്. പാർലമെന്റിന് പുറത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ പാർലമെന്റിനുള്ളിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇതേ വിഷയം ഉയർത്തുകയാണ്. തെരുവിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും തല്ലിച്ചതയ്ക്കുകയാണ് കേന്ദ്രസേന എന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പ്രതിഷേധമുയർത്തുന്നു. ലോക്സഭയിൽ ഇന്ത്യ സഖ്യം നേതാക്കൾ ഒറ്റക്കെട്ടായി വിഷയം ഉന്നയിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ച് ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ നിരയും ഉയർത്തുന്നത്. പാർലമെന്റ് നടപടികൾ ഇതേ തുടർന്ന് പലതവണ തടസ്സപ്പെട്ടു. 2 സഭകളും ഉച്ചയ്ക്ക് ശേഷം 2:30 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം പാർലമെന്റ് നടപടികൾ ആരംഭിക്കും. തീർച്ചയായും ഈ വിഷയത്തിലുള്ള പ്രതിഷേധം ശക്തമായി തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇപ്പോഴും വലിയ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ പ്രതിഷേധക്കാർക്ക് നേരെ നീങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ പോലീസ് സേന ഇപ്പോൾ RAF അതുപോലെ തന്നെ BSFന്റെ ജവാന്മാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ BSF ഉണ്ട്, RAF ഉണ്ട്, ദില്ലി പോലീസ് ഉണ്ട്. അപ്പോൾ കേന്ദ്രസേനയും സൈന്യവും, കേന്ദ്ര സർക്കാരിന്റെ സൈന്യവും തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികളെ നേരിടാൻ, യുവാക്കളെ നേരിടാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ RAF, BSF, ദില്ലി പോലീസ് എന്നിവർ സംയുക്തമായി ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ നേരിടാനായി ഇറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. CRPFന്റെ ജവാന്മാരെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരെല്ലാവരും തന്നെ ഈ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കുന്നതിനായി ഇപ്പോൾ രംഗത്തിറങ്ങുകയാണ്. അങ്ങനെ വലിയ പ്രതിഷേധ കാഴ്ച പാർലമെന്റിന് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നു. റെയ്സിന ഹില്ലിന് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നു. 2012 ദില്ലിയിൽ ഒരു പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായപ്പോൾ സമാനമായ രീതിയിൽ യുവാക്കളാകെ തടിച്ചുകൂടുകയും അന്ന് റെയ്സിന കുന്നിലേക്ക് യുവാക്കൾ ഇരച്ചെത്തുകയും ചെയ്തിരുന്നു. അന്ന് വലിയ പ്രതിഷേധ കാഴ്ചയാണ് ദില്ലി കണ്ടത്. അതുപോലെ തന്നെയാണ് 27% OBC സംവരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ, അന്നത്തെ UPA സർക്കാർ എടുത്ത തീരുമാനത്തിനെതിരെ ദില്ലി കണ്ട മറ്റൊരു സമരം. അതുപോലെ അണ്ണാ ഹസാരെ നടത്തിയിട്ടുള്ള സമരം. അങ്ങനെ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുള്ള മണ്ണാണ് ദില്ലിയുടേത്. ആ സമരങ്ങളൊക്കെ തന്നെ ദില്ലിയുടെ രാഷ്ട്രീയ ചരിത്രങ്ങൾ പിന്നീട് മാറ്റി എഴുതിയതും നമുക്ക് അറിയാവുന്നതാണ്. ഏതായാലും ഇപ്പോഴത്തെ സമരം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി
ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ദില്ലിയിലെ ജന്തർ മന്ദറിൽ തുടരുന്ന ഒരു സമരം വലിയൊരു സമരാഗ്നിയായി പാർലമെന്റിന് ചുറ്റും ഇപ്പോൾ ആളിക്കത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദേശീയ പതാകയേന്തി യുവാക്കളാകെ വിദ്യാർത്ഥികളാകെ പാർലമെന്റിന് ചുറ്റും തടിച്ചുകൂടി നിൽക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും കേന്ദ്രസേനയും പോലീസും എത്ര ശ്രമിച്ചിട്ടും അവരെ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കാത്ത സ്ഥിതി തന്നെയാണ്. കണ്ണീർ വാതകം പ്രയോഗിച്ചും ജലപീരങ്കി ഉപയോഗിച്ചും അവരെ പ്രതിരോധിക്കാൻ പോലീസും കേന്ദ്രസേനയും ഒക്കെ ശ്രമിക്കുമ്പോഴും അവർ കൂടുതൽ കരുത്തരായി ഇപ്പോൾ പാർലമെന്റിലേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ പാർട്ടികളുടെ പ്രതിപക്ഷ നിരയിലെ വിവിധ പാർട്ടികളുടെ പാർലമെന്റ് അംഗങ്ങളും ഇപ്പോൾ ഈ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളുടെയും പാർലമെന്റ് അംഗങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ച് ഈ സമരത്തിന്റെ ഭാഗമായി എത്തുന്ന ഒരു സ്ഥിതിയുമൊക്കെ തന്നെയുണ്ട്. കോൺഗ്രസ് നേതാവ് രേണുക ചൗധരിയെ നമ്മൾ അല്പം മുമ്പ് ഇവിടെ ഈ സമരവേദിയിൽ കണ്ടിരുന്നു. അങ്ങനെ കോൺഗ്രസിന്റെയും വലിയ പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നു എന്നത് പ്രത്യേകത തന്നെയാണ്. അതായത് ഇതേ വിഷയമാണ് ഇന്ന് പാർലമെന്റിനുള്ളിലും പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി തന്നെ ഉയർത്തിയത്. പാർലമെന്റിന്റെ ഇരു സഭകളിലും ഈ വിഷയം പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി തന്നെ ഉയർത്തുകയും പാർലമെന്റിന്റെ ഇരു സഭകളും പ്രക്ഷുബ്ധമാക്കുകയും ചെയ്തു. ഏതായാലും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതിനിടയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലായിരുന്നു ഉന്നതതല യോഗം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ഈ സമരത്തിൽ നിന്ന് ഈ മുന്നേറ്റത്തിൽ നിന്ന് പിന്മാറില്ല എന്നത് തന്നെയാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. ആ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ വലിയ സമ്മർദ്ദത്തിലാണ്. ആ സമ്മർദ്ദത്തിന് കേന്ദ്ര സർക്കാർ കീഴടങ്ങുമോ അതോ ഈ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ശക്തമായി തന്നെ നേരിട്ട് തുരത്തി അവർക്ക് നേരെ ലാത്തി പ്രയോഗം നടത്തി? നോക്കൂ, ദൃശ്യങ്ങളിൽ കാണാം പോലീസ് നടപടി ആരംഭിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ കൂട്ടമായി കേന്ദ്രസേനയും പോലീസും വിദ്യാർത്ഥികൾക്ക് നേരെ കൂട്ടമായി നീങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് നേരെ യുവാക്കൾക്ക് നേരെ പോലീസ് ശക്തമായി തന്നെ നീങ്ങി അങ്ങനെ ഒരു പ്രതിരോധം ഇപ്പോൾ ഈ സമരത്തിന് നേരെ തീർക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു.